നമസ്കാരം. മനുഷ്യനിൽ നിന്നും അശുദ്ധാത്മാവിനെ, അതായത് ഈ ദുരാത്മാവിനെയൊക്കെ പുറത്താക്കാനായിട്ട് പല പ്രാകൃതമായിട്ടുള്ള ചൂരൽ പ്രയോഗവും കോഴിയെ പറപ്പിക്കലും ഒക്കെ കണ്ടിട്ടുണ്ട്. പ്രവാചകന്മാരെയൊക്കെ ഈ കോഴിയൊക്കെ പറപ്പിച്ച് ആണിയടിച്ചു കൂട്ടുന്ന തരത്തിലുള്ള പല തരത്തിലുള്ള ഇടപാടുകൾ ഈ ആത്മാവ്, ഭൂതം, പ്രേതം, പിശാച് എന്ന രീതിയിൽ മനുഷ്യന്റെ ഒരു ആത്മാവിനുമായിട്ട് കണക്ട് ചെയ്തിട്ട് പല വിധത്തിലുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ നേരിൽ കാണാൻ ഇടയായിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള പല ദാരുണ സംഭവങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ പല കാര്യങ്ങളുമുണ്ട്. അതായത് വിശ്വാസങ്ങളുടെയൊക്കെ നിരയിൽ ശുദ്ധാത്മാവിനെയും ദുരാത്മാവിനെയും പ്രതിപാദിക്കുന്നത് എപ്പോഴും കാണാം. രണ്ടു തരം ആത്മാക്കൾ നിലവിലുണ്ടോ, അതോ ഒന്ന് സാഹചര്യങ്ങൾക്കനുസരിച്ച് മറ്റൊന്നായി രൂപപ്പെടുന്നതാണോ? നല്ല സ്വഭാവ ഗുണമുള്ള ചിലർ ചില അവസരങ്ങളിലൊക്കെ മോശമായും വളരെ നിന്ദ്യമായിട്ടൊക്കെ ഇടപെടാറുണ്ട്. അത് അവരുടെ ആത്മാവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണോ, അതോ ആത്മാവും പ്രവൃത്തിയും സ്വഭാവങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ലേ? ആത്മാവിനും സ്പിരിറ്റിനും ചില സ്വഭാവങ്ങളും ചിന്തകളുമായൊന്നും ബന്ധമില്ലെങ്കിൽ ജീവിതത്തിൽ ഇതിൻ്റെ ഒരു പങ്ക് എന്താണ്? മൈൻഡ് അഥവാ മനസ്സിനെ ആത്മാവായി കരുതാൻ പറ്റുമോ? ശരീരം മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആത്മാവ് എന്ന് പറയുന്ന സംഭവം അത് എവിടേക്കാണ് പോകുന്നത്? മറ്റൊരാളായി അല്ലെങ്കിൽ മറ്റൊന്നായി പുനർജനിക്കുമോ, അതോ പ്രകൃതിയിലങ്ങ് അലിഞ്ഞു ചേരുമോ? ഇതൊക്കെ മനുഷ്യകുലം ഉണ്ടായ കാലം മുതൽ ഉയരുന്ന ചോദ്യങ്ങളാണ്. അതായത് ആത്മാവ് എന്നത് യാഥാർത്ഥ്യമാണോ എന്നാണ് ചോദ്യം. അതിനെയാണ് നമ്മൾ പലതരത്തിൽ വ്യാഖ്യാനിക്കുന്നത്. അതായത് ഭൂതപ്രേത പിശാചുകളൊക്കെ ആയിട്ട് നമ്മൾ വ്യാഖ്യാനിച്ച് വരുത്തി പല കഥകളുമൊക്കെ മെനഞ്ഞ് കുട്ടികളോടടക്കം നമ്മൾ പറഞ്ഞു കൊടുത്ത് പേടിപ്പിച്ചിട്ടൊക്കെ വെച്ചിട്ടുള്ളത്. അതിന് പല രൂപമായിരിക്കും നൽകുക. ഇപ്പോൾ ഈ യക്ഷി എന്നൊക്കെ പറയുന്നത് പലപ്പോഴും വളരെ സൗന്ദര്യമുള്ള ഒന്നാണ് നമ്മുടെ കേരളീയ സങ്കല്പത്തിൽ. ഓരോ നാട്ടിലേക്ക് മാറുന്നതനുസരിച്ച്, ഓരോ രാജ്യങ്ങളിലേക്ക് മാറുന്നതനുസരിച്ച് ഇതിനെയൊക്കെ മറ്റു പല രൂപങ്ങളുമാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ എന്തായാലും മതങ്ങളും മതഗ്രന്ഥങ്ങളും എല്ലാം തന്നെ ആത്മാവിനെ കുറിച്ചൊക്കെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. എങ്കിലും അത് സത്യത്തിൽ എന്താണ് എന്നതിൽ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന തരത്തിലുള്ള ഒരു വിശദീകരണവും സത്യത്തിൽ ഉണ്ടായിട്ടില്ല. എന്നാൽ ഇപ്പോൾ ആത്മാവ് സത്യമാണെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത് മറ്റെങ്ങുമല്ല, ശാസ്ത്രലോകമാണ് അത് സ്ഥിരീകരിച്ചിട്ടുള്ളത്. മരിക്കുമ്പോൾ മനുഷ്യന്റെ തലച്ചോറിൽ നിന്ന് ഒരു പ്രത്യേക തരം ഒരു എനർജി അത് പുറത്തേക്ക് പ്രവഹിക്കുകയാണ് എന്നാണ് ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിട്ടുള്ളത്. ആത്മാവ് ശരീരത്തെ വിട്ടുപോകുന്നത് ആണ് ഇത് എന്നാണ് അവർ പറയുന്നത്. അമേരിക്കയിലെ അരിസോണ സർവകലാശാലയിലെ അനസ്തേഷ്യ വിദഗ്ധനായിട്ടുള്ള ഡോക്ടർ സ്റ്റുവർട്ട് ഹാമറോഫ് ആണ് ഇത് സംബന്ധിച്ച് പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത്. ആശുപത്രിയിൽ മരിച്ച രോഗികളുടെ തലച്ചോറിൽ നടത്തിയ ഗവേഷണങ്ങളുടെ ഫലമായിട്ടാണ് അവർ ഇത്തരത്തിലൊരു നിരീക്ഷണം തന്നെ നടത്തിയത്. അതീവ ഗുരുതരമായ രീതിയിൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ചില രോഗികളുടെ തലച്ചോറിൽ അവരുടെ ജീവൻ നിലനിർത്തുന്ന ഉപകരണങ്ങൾ നീക്കം ചെയ്യുന്നതിന് മുൻപ് സെൻസറുകൾ സ്ഥാപിച്ചാണ് ഗവേഷകർ ഈ പഠനം നടത്തിയത്. ഈ രോഗികളുടെ രക്തസമ്മർദ്ദവും ഹൃദയമിടിപ്പും പൂജ്യത്തിലേക്ക് താഴ്ന്നതിന് ശേഷമുള്ള പ്രവർത്തനങ്ങളാണ് അത്രേ ഇവർ നിരീക്ഷിച്ചത്. അപ്പോഴാണ് മരിക്കുമ്പോൾ മരിച്ചവരുടെ തലച്ചോറിൽ നിന്ന് ഒരു പ്രത്യേകതരം എനർജി പുറത്തേക്ക് പോകുന്നതായിട്ട് കണ്ടെത്തിയത്. ഇത് ഒന്നില്ലെങ്കിൽ മരണത്തോട് അടുത്ത അവസ്ഥയോ അല്ലെങ്കിൽ ആത്മാവ് ശരീരത്തെ വിടുന്നതോ ആയിരിക്കാമെന്നാണ് ഡോക്ടർ സ്റ്റുവർട്ടും മറ്റ് ഗവേഷകരും ഒക്കെ സ്ഥാപിക്കാൻ ഇപ്പോൾ ശ്രമിക്കുന്നത്. ഡോക്ടർ വിശ്വസിക്കുന്നത് ബോധം സംഭവിക്കുന്നത് ആഴമേറിയ ക്വാണ്ടം തലത്തിലാണ് എന്നതാണ്. അനസ്തേഷ്യ, ഗാഢനിദ്ര അല്ലെങ്കിൽ മരണത്തോട് അടുത്ത അനുഭവങ്ങൾ പോലുള്ള താഴ്ന്ന ഊർജാവസ്ഥകളിൽ പോലും ആളുകൾക്കൊക്കെ അവബോധം ഉണ്ടായിട്ടുള്ളതായിട്ടാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. രോഗികളുടെ മരണാവസ്ഥ രേഖപ്പെടുത്തി 1 മുതൽ 20 മിനിറ്റ് വരെ അവരുടെ ശരീരത്തിൽ ഊർജ്ജവർദ്ധന രേഖപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞു എന്നാണ് ഈ വിദഗ്ധ സംഘത്തിന്റെ അവകാശവാദം. ഒരു രോഗിയുടെ ഹൃദയമിടിപ്പ് നിലച്ചതിനു ശേഷവും അയാളുടെ തലച്ചോറ് ഗാമ സിൻക്രണി എന്നറിയപ്പെടുന്ന പ്രവർത്തനം കാഴ്ചവെച്ചു എന്നും ഡോക്ടർ സ്റ്റുവർട്ട് അവകാശപ്പെടുന്നു. 30 മുതൽ 90 സെക്കൻഡ് വരെ അത് നിലനിന്നിരുന്നു എന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്തായാലും മനുഷ്യന്റെ ആത്മാവിനെ തേടിയുള്ള യാത്രകൾക്ക് ഇത്തരം ഗവേഷണങ്ങളോടെ വിരാമമാകുമോ എന്നതാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത്. എന്തായാലും ഭയപ്പെടേണ്ട കേട്ടോ, ഇത് ആരെയും ഉപദ്രവിക്കില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. നന്ദി.